ഈ പാപം ക്ഷമിക്കുമോ? ജനീവ പട്ടണം പ്രൗഢഗംഭീരയായി അണിഞ്ഞൊരുങ്ങി. ഏതോ അപൂർവ കാര്യം നടക്കാൻ പോകുന്നു. അതെ, സർവ്വലോക മതസമ്മേളനം ഇവിടെ നടക്കുകയാണ്. വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് അനവധി മതാചാര്യന്മാർ എത്തിയിട്ടുണ്ട്. 1893 സെപ്റ്റംബർ മാസം 11 ചിക്കാഗോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സമ്മേളനം ആദ്യമായി നടന്നത്. ഇപ്പോൾ പല ദശാബ്ദങ്ങൾ കഴിഞ്ഞെങ്കിലും ലോക സമാധാനത്തിനും മനുഷ്യരുടെ ഐക്യതയ്ക്കും വേണ്ടി കൃത്യമായ ഇടവേളകളിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യ സമ്മേളനത്തിൽ ചിക്കാഗോയിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ ഹിന്ദു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു. ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർന്നു. ലോക മത നേതാക്കളെ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് ഭാരത സംസ്കാരത്തിന്റെ പ്രത്യേകതയായി കാണികൾ വിലയിരുത്തി. ആയിരക്കണക്കിന് ജനങ്ങൾ കൂടിയിരുന്ന ആ സദസ്സിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും വാഗ്ധോരണികൾ മുഴങ്ങി. ലോകത്തിലെ എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ്, അതിൽ ഏതാണ് ചെറുത് എന്നാണ് സംശയം. ഒടുവിൽ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് ലോകത്തിനു മുമ്പിൽ സംസാരിക്കാനുള്ള അവസരമായി. ജോസഫ് പാർക്കർ എന്ന വൃദ്ധനായ സായിപ്പ് വിശുദ്ധ വേദപുസ്തകം കയ്യിലേന്തി പരസഹായത്തോടെ സ്റ്റേജിലെത്തി. ബൈബിൾ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് സദസ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത് ബൈബിൾ. ഇപ്പോൾ ഞാൻ തുറക്കുന്നില്ല. ആവശ്യമെങ്കിൽ മാത്രമേ ഇത് ഞാൻ തുറക്കൂ. എന്നിട്ട് ലോകപ്രശസ്ത എഴുത്തുകാരനായ വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന കഥയുടെ പ്രസക്ത ഭാഗം പറയുവാൻ തുടങ്ങി. സ്കോട്ട്ലൻഡിലെ രാജാവായ ഡ്യൂങ്കന്റെ പട്ടാള ജനറൽ ആണ് മാക്ബത്ത്. നാടിനു വേണ്ടി ഒരു യുദ്ധം നടത്തി വിജയശ്രീയിൽ ആളിതനായി മടങ്ങിയെത്തിയ മാക്ബത്തിനെ അഭിനന്ദിക്കാൻ രാജാവ് അയാളുടെ ഭവനത്തിലെത്തി. എന്തൊരു ഹൃദ്യമായ സ്വീകരണമാണെന്നോ രാജാവിനവിടെ ലഭിച്ചത്. ആതിഥേയയുടെ സൽക്കാരത്തിൽ മതിമറന്ന രാജാവ് തന്റെ മുദ്രമോതിരം ലേഡി മാക്ബത്തിന് നൽകി. വഞ്ചനയെ പുഞ്ചിരിയിൽ ഒളിപ്പിക്കാൻ അറിയുന്ന ദുഷ്ടയാണ് ലേഡി മാക്ബത്ത്. മാക്ബത്ത് ദമ്പതികളുടെ സ്നേഹവായ്പിൽ വീർപ്പുമുട്ടിയ രാജാവ് അന്നു രാത്രി അവിടെ തങ്ങി. രാജാവിന്റെ അംഗരക്ഷകരെ വീഞ്ഞിൽ മയക്കുമരുന്ന് നൽകി ഉറക്കിയ ലേഡി മാക്ബത്ത് തന്റെ ഭർത്താവിനെ രാജാവിനെ കൊല്ലുവാൻ നിർബന്ധിച്ചു. സ്നേഹനിധിയായ രാജാവിനെ കൊല്ലുവാൻ അയാൾ മടിച്ചു. എങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി രാജാവിന്റെ കിടപ്പുമുറിയിൽ ചെന്ന് ശാന്തമായി ഉറങ്ങുന്ന ആ രാജാവിന്റെ മാറിൽ കഠാര കുത്തിയിറക്കി. വേദനയോടെ ഉണർന്ന രാജാവ് കഠാരയുമായി നിൽക്കുന്ന മാക്ബത്തിനെ കണ്ട് അലറി വിളിച്ചു. രാജാവിന്റെ അന്ത്യം അതിഭയാനകമായിരുന്നു. രക്തം ധാരധാരയായി ഒഴുകി. ലേഡി മാക്ബത്ത് മയങ്ങിക്കിടന്ന ഭടന്മാരുടെ ശരീരത്തിൽ രാജാവിന്റെ രക്തം കോരിയൊഴിച്ചു. രാജാവ് മരിച്ചു. നേരം പുലർന്നപ്പോൾ ഭടന്മാർ പിടിയിലായി. അങ്ങനെ മാക്ബത്ത് രാജാവായി. പക്ഷേ രാജകീയ സുഖങ്ങളൊന്നും മാക്ബത്ത് ദമ്പതികൾക്ക് മനഃശാന്തി നൽകിയില്ല. ക്രൂരമായ കൊലപാതകത്തിന്റെ ഓർമ്മ നിരന്തരം അവരെ വേട്ടയാടി. അവർക്ക് ഉറങ്ങാനായില്ല. കയ്യിൽ എപ്പോഴും രക്തമുള്ളതുപോലെ തോന്നുന്നു. എത്ര കഴുകിയിട്ടും തൃപ്തിയാകുന്നില്ല. അറേബ്യയിലെ സകല സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ട് കഴുകിയാലും ഈ കൈകളെ വെടിപ്പാക്കാൻ കഴിയുകയില്ലെന്ന് ലേഡി മാക്ബത്ത് വിലപിച്ചു. കഥ അവസാനിപ്പിച്ച് ജോസഫ് പാർക്കർ എന്ന വൃദ്ധൻ സദസ്യരോടായി ചോദിച്ചു, ഈ കറ അഥവാ പാപം കഴുകിക്കളയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഏതെങ്കിലും മതഗ്രന്ഥം അത് പറയുന്നുണ്ടോ? സദസ്സ് മൗനമായി. ആരും ഒന്നും മിണ്ടുന്നില്ല. ഒടുവിൽ ജോസഫ് പാർക്കർ മേശപ്പുറത്തിരുന്ന ബൈബിൾ കരത്തിലെടുത്തു. ആർക്കും ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇല്ലാത്തതിനാൽ ഞാൻ ബൈബിൾ തുറക്കുന്നു. എന്നിട്ട് 1 യോഹന്നാൻ 1:7 സദസ്യരെ വായിച്ചു കേൾപ്പിച്ചു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആർക്കും ഒരു മതത്തിനും ചെയ്യാൻ കഴിയാത്തത് ചെയ്യുവാൻ യേശുവിന് കഴിയും. മനുഷ്യനായി പിറന്ന എല്ലാവരും പാപികളാണ്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ഇസ്രായേലിന്റെ മധുര ഗായകനും പാടുന്നു. പാപോകം, പാപകർമ്മോകം, പാപാത്മ, പാപസംഭവ എന്ന് ഋഷിവര്യന്മാരും വിലപിക്കുന്നു. എന്നാൽ പാപിയായ മനുഷ്യന് വിടുതൽ നൽകുവാൻ, പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന ഏക രക്ഷകനാണ് യേശുക്രിസ്തു. യേശു പറഞ്ഞു,
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. ആകയാൽ ആ സന്നിധിയിൽ കടന്നുവന്ന് പാപക്ഷമ പ്രാപിച്ച് നിത്യജീവൻ അവകാശിയാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you.